അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ജീവിക്കുന്ന ഈ കാലം, നാം ജീവിക്കുന്ന ഈ ലോകം തികച്ചും വ്യത്യസ്തതയുടെ ലോകമാണ്. തീർച്ചയായും നമ്മെപ്പോലെയുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ ആശങ്കകളും ഒരുപാട് ഭീതിപ്പെടുത്തുന്ന സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റുവട്ടത്തും വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ പടച്ചതമ്പുരാൻ പറയുന്ന ഒരു വചനമുണ്ട്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. ജനങ്ങൾ അവരുടെ കരങ്ങൾ കൊണ്ട് പ്രവർത്തിച്ച കർമ്മഫലമായി കരയെന്നോ കടലെന്നോ വ്യത്യാസമില്ലാതെ ഭൂമിയാകെ കുഴപ്പത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന് ഖുർആനിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത് പോലെയുള്ള ഒരു സാമൂഹിക അന്തരീക്ഷത്തിലൂടെയാണ് സത്യത്തിൽ നമ്മൾ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പോലും അറിയാൻ പറ്റാത്ത വിധത്തിലുള്ള അത്യധികം ആശങ്കകൾ നിറഞ്ഞ സംഭവങ്ങൾ നിരന്തരമായി നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആണ് പ്രസവിക്കുന്നു എന്ന് പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ ആണ് പ്രസവിക്കുന്നില്ല, ഒരാണിന് പ്രസവിക്കാൻ കഴിയില്ല എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ ആൺപ്രസവം, ട്രാൻസ്മെൻ പ്രസവം നടന്നിരിക്കുന്നു എന്ന് ആഘോഷിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളുടെ കണ്ണുകൾ കെട്ടിവെച്ചുകൊണ്ട്, നമ്മുടെ മനസ്സിന് മൂടുപടമിട്ടുകൊണ്ട് ചില വികൃതമായ ആശയങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധം ഇത്തരം അത്ഭുതങ്ങൾ സ്വാഭാവികമായും ആഘോഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രസവിച്ചത് പെണ്ണാണ്, ഒരു പെണ്ണിനെ പ്രസവിക്കാൻ കഴിയൂ, അത് ഒരു പ്രാപഞ്ചികമായ യാഥാർത്ഥ്യമാണ്, പ്രകൃതിപരമായ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗർഭിണിയായ ആ പെണ്ണ് തന്റെ ബ്രസ്റ്റ് മുറിച്ചു കളഞ്ഞതിന്റെ പേരിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട്, എന്റെ ബ്രസ്റ്റ് മുറിച്ചു കളഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ജനിക്കാൻ പോകുന്ന വാവക്ക് മുലപ്പാൽ കൊടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നല്ലോ എന്ന് വേവലാതിപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പ്രകൃതി യാഥാർത്ഥ്യങ്ങൾ എത്ര മറച്ചുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതൊരിക്കലും സാധ്യമല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ്. ഞാൻ ആ സംഭവം വിശദീകരിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. സോഷ്യൽ മീഡിയകൾ നിരന്തരമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് എന്നേക്കാൾ കൂടുതൽ ധാരണയുള്ളവരാണ് നിങ്ങളെല്ലാവരും. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നാം ജീവിക്കുന്ന ഈ കാലത്തെ കുറിച്ചാണ്. വളരെ ഭീതിപ്പെടുത്തുന്ന, പ്രകൃതിപരമായ സകല യാഥാർത്ഥ്യങ്ങളുടെയും താളം തെറ്റിക്കുന്ന, മനുഷ്യന്റെ ജീവിതത്തിൽ വരച്ചു വെച്ചിട്ടുള്ള അതിരടയാളങ്ങൾ തകർത്ത് തരിപ്പടമാക്കിക്കൊണ്ട് ആസ്വാദനത്തിന്റെ ഒരു തരം പുതുലോകം നിർമ്മിച്ചുകൊണ്ട്, ആ ആസ്വാദനത്തിന്റെ ലോകമാണ് ലോകം, അതിനിപ്പുറവും അതിനപ്പുറവും മറ്റൊന്നുമില്ല എന്ന ഒരു വികൃതമായ മാനസിക രൂപഘടന വളർത്തിയെടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും നമ്മൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. യഥാർത്ഥത്തിൽ വിവരം, ഇൽമ് എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ് നമ്മുടെ മുമ്പിൽ പ്രദാനം ചെയ്യുന്നത്. ആ തിരിച്ചറിവില്ലാത്ത കേവല വിവരങ്ങൾ മാത്രം നേടിയെടുത്തു കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കാൻ ആ അറിവിലൂടെ സാധിക്കുകയില്ല എന്നുകൂടി നാം ജീവിക്കുന്ന ഈ കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ സംവിധാനത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ തന്നെ ഈ വൈകൃതങ്ങളുടെ പ്രമോട്ടർമാരായി മാറുന്നു എന്നതുകൂടിയാണ് നമ്മൾ കാണുന്നത്.
അതുകൊണ്ടാണ് ഈ ട്രാൻസ്മെൻ പ്രസവം എന്ന് പറയുന്ന ആ സംഭവത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ട് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പോലും മഹാസംഭവമാണ് എന്ന് ട്വീറ്റ് ചെയ്തുകൊണ്ട് ലോകത്തെ മുഴുവനും അത് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കും. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിവരം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ നന്മ പ്രസരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിക്ടർ ഹ്യൂഗോ എന്ന് പറയുന്ന ലോകം കണ്ട വലിയ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പ്രയോഗമുണ്ട്. ഹി ഹു ഓപ്പൺ എ സ്കൂൾ ഡോർ ക്ലോസസ് എ പ്രിസൺ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അഥവാ ഒരു പ്രദേശത്ത് ഒരു സ്കൂളിന്റെ വാതില് തുറന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള ഒരു ജയില് അടച്ചുപൂട്ടേണ്ടി വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ പ്രസിദ്ധമായ വാക്യത്തെ ഇന്ന് നമുക്ക് ഒരു തിരിച്ച് വാക്യത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും. ഒരു പ്രദേശത്ത് ഒരു LP സ്കൂൾ ആരംഭിച്ചു കഴിഞ്ഞാൽ നന്നേ ചുരുങ്ങിയത് അതിന്റെ തൊട്ടടുത്ത് ഒരു പോലീസ് സ്റ്റേഷനെങ്കിലും ആരംഭിക്കേണ്ടി വരും എന്ന് പറയേണ്ടി വരുമാറ് ചെറിയ കുട്ടികളിൽ പോലും മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ ഒട്ടുമേ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ക്രിമിനൽ സ്വഭാവത്തിന്റെ വാസനകൾ പ്രകടമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് യഥാർത്ഥത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ മുമ്പിലിരിക്കുന്നവരിൽ അധ്യാപകന്മാരുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, രക്ഷിതാക്കളുണ്ട്. എല്ലാവരോടുമായി ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ ചില തിരിച്ചറിവുകൾ നൽകുന്ന ഒന്നായിരിക്കണം. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നമുക്കറിയാം ഇന്ന് വളരെ വ്യാപകമാണ്. ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ലഹരി ഉപയോഗിക്കുന്നവരുടെ ഏറ്റവും ചെറിയ പ്രായം എന്ന് പറയുന്നത് 23 വയസ്സൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോ അത് 18 വയസ്സായി, കുറച്ചുകൂടി കഴിഞ്ഞപ്പോ അത് 15ആയി, ഇപ്പോൾ അത് 12, 11 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സ് പ്രായമുള്ള കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന ഇന്നത്തെ CPM-ന്റെ പാർട്ടി സെക്രട്ടറി കൂടിയായ ഗോവിന്ദൻ മാഷ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു അഭിമുഖമുണ്ട്. ആ അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, കേരളത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുടെ ഏറ്റവും ചെറിയ പ്രായം ഇപ്പോൾ എത്രയാണ്? അദ്ദേഹം അതിന് നൽകുന്ന മറുപടി 10-11 വയസ്സാണ്. 10-11 വയസ്സുള്ള അഥവാ LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ഇന്ന് യഥാർത്ഥത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് തിരിച്ചറിവിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരാശയത്തിന് വലിയ പ്രാധാന്യമുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും ചേർത്താൽ 2ആണ്. എല്ലാവർക്കും അറിയാം, ഏത് ചെറിയ കുട്ടികളോടും കണക്ക് പഠിക്കാൻ തുടങ്ങുന്ന കൊച്ചുകുട്ടിയോട് പോലും ചോദിച്ചു കഴിഞ്ഞാൽ 1 ചേർത്താൽ 2 എന്ന ഉത്തരം നൽകും. എന്നാൽ 1 എന്തെല്ലാമാണ് ചേർക്കാൻ പറ്റുക, 1 എന്തെല്ലാമാണ് ചേർക്കാൻ പാടില്ലാത്തത് എന്ന ഒരു തിരിച്ചറിവിന്റെ ഒരു വിദ്യാഭ്യാസം കൂടി 1 ചേർത്താൽ 2 എന്ന് പഠിപ്പിക്കുന്നതിന്റെ കൂടെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ 1 എന്തും ചേരും എന്നുള്ളതാണ് അതിലൂടെ സംഭവിക്കുക. 1 എല്ലാം ചേരാൻ പാടില്ല, ചേരേണ്ടത് മാത്രമേ ചേരാവൂ. ചേരാൻ പാടില്ലാത്തത് ചേർന്നാൽ അത് പ്രകൃതി വിരുദ്ധമായി മാറും, അത് ചതിയായി മാറും, അത് വഞ്ചനയായി മാറും, അത് പിടിച്ചുപറിയായി മാറും, അത് അധാർമികതയായി മാറും, അത് അസത്യമായി മാറും, അത് വേണ്ടാധീനമായി മാറും എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഒന്നും ചേരുക എന്ന വിവരം മാത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് 1 എന്തെല്ലാമാണ് ചേർക്കേണ്ടത്, 1 ചേർന്നാൽ 2 എന്ന് പറയുമ്പോൾ ആ ചോദ്യം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഉത്തരം പഠിപ്പിക്കുന്ന അധ്യാപകന്റെ മുഖത്ത് നോക്കി ഒരു വിദ്യാർത്ഥിക്ക് ചോദിക്കാൻ കഴിയണം, മാഷേ 1 എന്തെല്ലാമാണ് ചേർക്കാൻ കഴിയുക? 1 ലിറ്റർ പാലിൽ 1 ലിറ്റർ വെള്ളം ചേർക്കാൻ പറ്റുമോ? പാടില്ല എന്ന് പറയുന്ന വിദ്യാഭ്യാസം കൂടി ആ ചേരുംപടി ചേർക്കുന്നതിന്റെ കൂടെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു വിദ്യാഭ്യാസ ക്രമത്തിൽ എന്തെല്ലാമാണോ സംഭവിക്കേണ്ടത് അതെല്ലാം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ തിരിച്ചറിവിന്റെ ഒരു പുതിയ
വിദ്യാഭ്യാസ ക്രമം നമ്മുടെ സമൂഹത്തിൽ സ്വാഭാവികമായും രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. അതിന് ഏറ്റവും ശക്തമായി നേതൃത്വം നൽകാൻ സാധിക്കുന്ന ഒരു ദർശനത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിലൂടെ ലോകത്തിന്റെ മുമ്പിൽ ആദ്യമായി പറഞ്ഞു കൊടുക്കുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക. പക്ഷേ ആ വായനയും പഠനവും പടച്ചതമ്പുരാന്റെ നാമത്തിലായിരിക്കണം. അല്ലാഹു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ നിങ്ങൾ വിസ്മരിച്ചുകൊണ്ട് ചിന്താലോകത്തെ നിങ്ങൾ വളർത്തിയെടുക്കരുത്. അല്ലാഹു എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യത്തെ അവഗണിച്ചുകൊണ്ടാവരുത് നിങ്ങളുടെ പഠനം, നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ പുരോഗതിയുടെ പടവുകൾ ചവിട്ടിക്കയറുന്ന എല്ലാ ഏർപ്പാടുകളും അല്ലാഹുവിനെ മറന്നുകൊണ്ടാകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഉപാധിയോടുകൂടിയാണ് പടച്ചതമ്പുരാൻ വിദ്യാഭ്യാസത്തെ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളതെങ്കിൽ ആ വിദ്യാഭ്യാസമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾക്കും ഈ കാലഘട്ടത്തിൽ ലഭ്യമാകേണ്ടത്. അങ്ങനെ ലഭ്യമാകാതെ ഭരണകൂടം ആരാവണമെന്നാണോ, ഒരു സമൂഹം എങ്ങനെ വളരണമെന്നാണോ ആഗ്രഹിക്കുന്നത്, ആ സ്വഭാവത്തിൽ മക്കളെ വളർത്തിയെടുക്കുക എന്ന അജണ്ടയോടുകൂടി ഭരണകൂടങ്ങൾ വിദ്യാഭ്യാസ മേഖലകളിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ദേശീയ തലത്തിൽ പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണങ്ങൾ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന തലത്തിൽ ഇവിടെയും വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ പരിഷ്കരണങ്ങളിലൂടെ അവർ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമ്മുടെ മക്കൾ സത്യം പറയുന്നവരാവണം. നമ്മുടെ മക്കൾ ധാർമ്മികതയുടെ അതിരടയാളങ്ങൾ പാലിക്കുന്നവരാവണം. നമ്മുടെ മക്കൾ നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നവരാവണം. നമ്മുടെ മക്കൾ മൂല്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവരായിരിക്കണം. നമ്മുടെ മക്കൾ ഒരു നല്ല നാടിന്റെ നിർമ്മിതിക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കുന്നവരാവണം എന്ന ഉത്തരം പറയുന്ന ഒരു വിദ്യാഭ്യാസമല്ല ഭരണകൂടങ്ങൾ നമ്മുടെ നാട്ടിൽ വിദ്യാർത്ഥികളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് ഭരണകൂടങ്ങൾ എങ്ങനെയാണോ പൗരന്മാരെ മൗൾഡ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നത്, ആ സ്വഭാവത്തിൽ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉറുദുവിൽ വളരെ പ്രസിദ്ധനായ ഒരു കവിയുണ്ട്, അക്ബർ ഇലഹബാദി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്. ആ കവിതയുടെ പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കിയാലാണ് ആ കവിതയുടെ സാരാംശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മൂസാ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു പ്രവാചകനുണ്ടല്ലോ, ആ പ്രവാചകൻ ജനിക്കുന്ന ആ കാലഘട്ടത്തെ പശ്ചാത്തലവൽക്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കവിതയുടെ വരികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, മൂസാ നബി അലൈഹിസ്സലാം ജനിക്കുന്ന ആ കാലഘട്ടം ഫറോവ എന്ന് പറയുന്ന, ഫിർഔൻ എന്ന് നമ്മൾ പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരിയും അക്രമിയുമായ ഭരണാധികാരി, ആ ഭരണാധികാരി ആ നാട്ടിൽ ജനിക്കുന്ന മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. യുദബ്ബിഹൂന അബ്നാഅഹും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ അവിടെ ജനിക്കുന്ന മുഴുവൻ ആൺകുട്ടികളെയും കൊന്നുകളയാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. കൊന്നുകളയാൻ തീരുമാനിക്കാനുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു ജ്യോത്സ്യൻ ഫിർഔൻ എന്ന് പറയുന്ന ഭരണാധികാരിയോട് പറയാൻ, ഈ നാട്ടിൽ ജനിക്കുന്ന ഒരു ആൺകുഞ്ഞ് ഈ ഭരണകൂടത്തിന്റെ അന്ധകനായി മാറും. ഫിർഔൻ എന്ന് പറയുന്ന ഈ ഭരണാധികാരിയുടെ അല്ലെങ്കിൽ ആ ഭരണക്രമത്തിന്റെ നാശത്തിന്റെ കാരണമായി ഈ നാട്ടിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതുകൊണ്ട് ആ കുഞ്ഞിന്റെ ജനനം തടയണം എന്ന് പറയുമ്പോൾ ആ തടയലിന്റെ ഭാഗമായിട്ടാണ് അവിടെ ജനിക്കുന്ന മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും ആ ഭരണാധികാരി കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അവിടെ ഒരു പെണ്ണ് ഒരു ഗർഭിണിയായി കഴിഞ്ഞാൽ ആ ഗർഭിണിയായ സ്ത്രീയുടെ നിരീക്ഷിക്കാൻ വേണ്ടി ഫിർഔനിന്റെ കിങ്കരന്മാർ നിരന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അവൾ പ്രസവിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് കയറി ചെല്ലും. ആൺകുഞ്ഞാണ് എന്നറിഞ്ഞാൽ നിഷ്കരുണം ആ കുഞ്ഞിനെ അവർ കൊന്നു കളയുകയാണ് ചെയ്തിരുന്നത്. ഈ സംഭവത്തെ മുന്നിൽ
വെച്ചുകൊണ്ട് അക്ബർ ഇലഹബാദി ചോദിക്കുകയാണ്, എന്തിനാണ് ഫിറഔൻ ആ രാജ്യത്ത് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചത്? അദ്ദേഹത്തിന് അവിടെ ഒരു സ്കൂൾ തുടങ്ങിയാൽ പോരായിരുന്നോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ അതിന്റെ അറബി ടെക്സ്റ്റ്, ഉറുദു ടെക്സ്റ്റ് ഒഴിവാക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം ഇത്രയാണ്: എന്തിനാണ് ഫിറഔൻ ഈ നാട്ടിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചത്? അതിന് പകരം അവിടെ ഒരു സ്കൂൾ തുടങ്ങിയാൽ പോരായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ, ഒരു സ്കൂള് ഒരു ഭരണാധികാരി ആരംഭിച്ചു കഴിഞ്ഞാൽ ആ സ്കൂളിലൂടെ വളരുന്ന കുഞ്ഞുങ്ങൾ, ആ ഭരണാധികാരി, ആ രാജ്യത്തുള്ള ജനങ്ങൾ എങ്ങനെയാവണമെന്നാണോ ആഗ്രഹിക്കുന്നത് അതേപോലെ വാർത്തെടുക്കാൻ കഴിയും. ആ വാർത്തെടുക്കാനുള്ള പ്രക്രിയയാണ് കേന്ദ്ര ഗവൺമെന്റ് ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്നത്, കേരളം ഭരിക്കുന്ന ഗവൺമെന്റും നടപ്പിലാക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ ഇസ്ലാമിന്റെ മാത്രം മൂല്യങ്ങളല്ല, മറിച്ച് മാനവികതയുടെ മൂല്യങ്ങളാണ്, മനുഷ്യന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങൾ തകർന്നു പോയി കഴിഞ്ഞാൽ തകരുന്നത് ഇസ്ലാം ആയിരിക്കുകയില്ല, മറിച്ച് മനുഷ്യന്റെ ജീവിതമായിരിക്കും, ഈ നാടായിരിക്കും, ഈ ലോകമായിരിക്കും, ഈ ഭൂമിയായിരിക്കും എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ മൂല്യങ്ങൾ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. ആ മൂല്യങ്ങൾ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ ക്രമത്തിന് പരിക്ക് പറ്റാൻ പാടില്ല. അവിടെയാണ് മദ്രസ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം നമ്മുടെ മുമ്പിൽ ശക്തമായി കടന്നു വരുന്നത്. നമ്മൾ എത്രത്തോളം അതിന് പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ്: എന്റെ മകൻ, എന്റെ മകൾ ഒരു പണം കായ്ക്കുന്ന മരമായി മാറണം, ഒരു പൊന്മുട്ടയിടുന്ന താറാവായി മാറണം എന്നതിൽ കവിഞ്ഞ് നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ലക്ഷ്യബോധമില്ലാത്ത ഒരു തലമുറയായി രക്ഷിതാക്കളായ ഞാനും നിങ്ങളും മാറിക്കഴിഞ്ഞാൽ ആ മക്കൾക്ക് മദ്രസ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു കൊടുക്കാനും ആ മദ്രസ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കും വിധം ആ സംവിധാനത്തെ ശക്തിപ്പെടുത്തുവാനും നമ്മൾക്ക് കഴിയാതെ പോകും. അങ്ങനെ കഴിയാതെ പോകുന്നതിന്റെ പ്രതിസന്ധികൾ നമ്മളുമായി പലരും പങ്കുവെക്കാറുണ്ട്. കുറച്ചു കഴിഞ്ഞ് മക്കൾ രക്ഷിതാക്കളുടെ കൈപിടുത്തത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ, അവർ കുതറി മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്ന് പലരും കരഞ്ഞ് രക്ഷിതാക്കൾ പറയാറുണ്ട്: എന്റെ മകൾ, എന്റെ മകൻ വഴികേടിലായിരിക്കുന്നു, പിഴച്ച മാർഗത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ച് അവരെ നേരെയാക്കണം. നമ്മൾ ശ്രമിച്ചാൽ നേരെയാക്കാൻ കഴിയാത്ത വിധം അവർ എത്തപ്പെട്ട അപകടത്തിന്റെ ഗർത്തം വളരെ ഭീകരമായിരിക്കും. ആ ഭീകരമായ ഗർത്തത്തിലേക്ക് നമ്മുടെ മക്കൾ ആപതിച്ച് വീഴുന്നതിന്റെ മുമ്പ് നേരിന്റെയും ധർമ്മത്തിന്റെയും മൂല്യങ്ങളുടെയും അടിസ്ഥാനങ്ങൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുവാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലിബറലിസം എന്ന് പറയുന്ന ഒരു മനോഭാവം നമ്മുടെ മക്കളെ പോലും ഇന്ന് സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവതന്ത്ര സ്വതന്ത്രമായി ജീവിക്കുക, ആകാശത്ത് പാറി നടക്കുന്ന പറവകളെ പോലെ ഒരു നിയന്ത്രണമില്ലാതെ സഞ്ചരിക്കുന്ന ഒരു ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ട് അവരുടെ മുമ്പിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അവരുടെ മുമ്പിൽ അതിരുകൾ പാടില്ല, അവരുടെ മുമ്പിൽ വേലികൾ പാടില്ല, അവരുടെ മുമ്പിൽ ഒരു വിധത്തിലുള്ള നിയമങ്ങളും ബാധകമാക്കാൻ പാടില്ല. അങ്ങനെ നിയമങ്ങളില്ലാത്ത, അതിരുകളില്ലാത്ത, സർവതന്ത്ര സ്വതന്ത്രമായ ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ മനസ്സിൽ നെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തലമുറ നമുക്കിടയിൽ അറിഞ്ഞോ അറിയാതെയോ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതുകൂടി നാം തിരിച്ചറിയണം. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അവർക്ക് ചില നിയന്ത്രണങ്ങൾ വരുത്തുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അവർക്ക് ചില ബോർഡറുകൾ വരച്ചു വെക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിന്റെ ചില പരിധികളും അലകും പിടിയും നിശ്ചയിക്കുന്നുണ്ട്. ആ അലകും പിടിയും നിശ്ചയിക്കുന്ന ഇസ്ലാം അവരുടെ ജീവിതത്തിന്റെ തടസ്സമാണ് എന്ന് പറയുന്ന ഒരു തോന്നൽ അവരെ പിടികൂടിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടുന്ന ഒരു സാംസ്കാരിക, സാമൂഹിക, നാഗരിക സാഹചര്യം നമ്മുടെ ചുറ്റുവട്ടത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം ചെറുപ്പക്കാരെയും മുസ്ലിം വിദ്യാർത്ഥികളെയും വലയിട്ട് പിടിക്കുവാൻ വേണ്ടി വട്ടമിട്ട് പറക്കുന്ന പരിന്തുകളായി ഈ ലിബറലിസ്റ്റുകളും എത്തീസ്റ്റുകളും ഒക്കെ നമ്മുടെ മക്കൾക്ക് മേൽ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പിടുത്തത്തിൽ നമ്മൾ
നമ്മുടെ മക്കൾ പെട്ടുപോകാതിരിക്കാനുള്ള ജാഗ്രത രക്ഷിതാക്കൾ എന്ന നിലക്ക് നമുക്കുണ്ടാവണം, വിദ്യാർത്ഥികൾ എന്ന നിലക്ക് നമുക്കും സ്വയം ഉണ്ടാകണം. അതുകൊണ്ട് ഇസ്ലാമിന്റെ നന്മകൾ 5 വക്ത് നിസ്കരിക്കുന്ന ഒരു വിദ്യാർത്ഥി, നോമ്പ് നോൽക്കുന്ന വിദ്യാർത്ഥി, സക്കാത്ത് കൊടുക്കുന്ന വിദ്യാർത്ഥി, ഹജ്ജ് ചെയ്യുന്ന വിദ്യാർത്ഥി, മാതാപിതാക്കളെ പരിഗണിക്കുന്ന അതുപോലെ തന്നെ സാമ്പത്തികമായും സാമൂഹികപരമായും ധാർമ്മികപരമായും സദാചാരപരമായും കുടുംബപരമായും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ സമ്പൂർണമായും നിലനിർത്തിക്കൊണ്ട് പടച്ചതമ്പുരാന് ഇഷ്ടമുള്ള കുടുംബത്തിന് ഗുണപരമായ സമൂഹത്തിന്റെ ധാരാളം നന്മകൾ പ്രസരിക്കുന്ന ഇസ്ലാമിന്റെ മുന്നോട്ടുപോക്കിൽ കരുത്തുറ്റ സംഭാവനകൾ അർപ്പിക്കാൻ കഴിയുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ നമ്മുടെ മദ്രസയിലൂടെ സാധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് സ്കൂളുകളിൽ പോകുന്ന മുസ്ലിം വിദ്യാർത്ഥികളെല്ലാം മദ്രസയിൽ വരുന്നില്ല? എന്താണ് അതിന്റെ കാരണമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ മദ്രസ വിദ്യാഭ്യാസം ആവശ്യമുള്ള ഒന്നാണ് എന്ന ബോധത്തിലേക്ക് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പലപ്പോഴും എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അതുകൊണ്ട് തിരിച്ചറിവിന്റെ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായി ഇസ്ലാമിനോട് പ്രതിബദ്ധതയുള്ള, ദീനിനോട് കൂറുള്ള, അള്ളാഹുവിനോട് അങ്ങേറ്റത്തെ പ്രതിബദ്ധതയുള്ള, ഇസ്ലാമിന്റെ ഭാവിയെ സ്വപ്നം കാണുന്ന, അതിന്റെ മുന്നോട്ട് പോക്കിന്റെ കുതിപ്പിൽ എല്ലാ കിതപ്പുകളും അനുഭവിക്കുവാൻ തയ്യാറുള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കാൻ നമ്മുടെ സംവിധാനങ്ങളിലൂടെ സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് والبلد الطيب يخرج نباته بإذن ربي والذي خبث لا يخرج إلا نكدا. ഒരു ഭൂമിയിൽ നിങ്ങൾ ഒരു വിത്ത് പാകി കഴിഞ്ഞാൽ ആ വിത്ത് പാകിയ മണ്ണ് നല്ല മണ്ണാണെങ്കിൽ ആ നല്ല മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തുന്ന ചെടി എല്ലാവർക്കും ഉപകാരപ്രദമായ ധാരാളം ഫലം കായ്ക്കുന്ന പിന്നെയും പിന്നെയും പ്രത്യുൽപാദനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ വൃക്ഷമായി മാറും. എന്നാൽ നിങ്ങൾ വിത്ത് പാകിയിട്ടുള്ള ആ മണ്ണ് ഊഷരമായ, ഒന്നിനും കൊള്ളാത്ത, ഫലഭൂയിഷ്ടമല്ലാത്ത ഭൂമിയാണെങ്കിൽ അവിടെ നിന്ന് വളരുന്ന ചെടി ചിലപ്പോൾ അതിന് നാമ്പിട്ട് പുറത്തേക്ക് വന്നേക്കാം. പക്ഷേ അത് ഉപകാരമില്ലാത്ത, ഒരു നിലക്കും ആർക്കും പ്രയോജനമില്ലാത്ത ഒരു ചെടിയായി കുമ്പടഞ്ഞു പോവുകയാണ് ചെയ്യുക. എന്നതുപോലെയാണ് മനുഷ്യന്റെ ജീവിതം. നമ്മുടെ മക്കൾ എവിടെയാണ് എത്തപ്പെടുന്നത്? ആ എത്തപ്പെടുന്ന സാഹചര്യം പ്രധാനപ്പെട്ട ഘടകമാണ്. അവിടെ അവരുടെ വിദ്യാഭ്യാസം നാമ്പിട്ട് തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നല്ല ഫലഭൂയിഷ്ടമായ ആ മണ്ണിലൂടെ വളർന്ന് വളർന്ന് വലുതായി ഒരു വലിയ ചെടിയായി മാറി എല്ലാവർക്കും ഉപകാരപ്രദമായ ഒന്നായി മാറുന്നത് പോലെ നമ്മുടെ മക്കൾ എത്തപ്പെടുന്ന സ്ഥലം ഫലഭൂയിഷ്ടമായ, നന്മ പ്രസരിക്കുന്ന, മൂല്യങ്ങൾക്ക് പരിഗണന നൽകുന്ന, ഇസ്ലാമിനോട് പ്രതിബദ്ധതയുള്ള, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരമ്പര്യം അനുധാവനം ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു ഭൂമികയിൽ നമ്മുടെ മക്കളെ എത്തിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം രക്ഷിതാക്കൾ എന്ന നിലക്ക് നിങ്ങൾ ഏറ്റെടുക്കണം. വിദ്യാർത്ഥികൾ അഹമഹിമയ ഈ മാർഗത്തിൽ സത്യത്തിന്റെയും മൂല്യങ്ങളുടെയും അറിവുകൾ എന്റെ ജീവിതത്തിന് അനിവാര്യമാണ് എന്ന തിരിച്ചറിവോടുകൂടി രംഗത്ത് വരണം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.